ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിൽ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജനനായകനെ പറ്റിയാണ്. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഇനി നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം ദളപതിയുടെ ലാസ്റ്റ് ചിത്രമാണ്. അതായത് ഇന്ന് 22-ാം തീയതി നമ്മുടെ ജനനായകൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ജനനായകം എന്തായാലും ഭഗവത് കേസരിയുടെ റീമേക്ക് എന്നുള്ള കാര്യം നമ്മുടെ എച്ച് വിനോദ് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. ഒരു 50% നമ്മുടെ ഭഗവത് കേസരിയാണ്, പിന്നെ 20% അതായത് ഫസ്റ്റ് ഹാഫിൽ 50% നമ്മുടെ ഭഗവത് കേസരി, 20% പിന്നെ സെക്കൻഡ് ഹാഫിലുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഇവർ ഉണ്ടാക്കിയ കുറേ മാറ്റങ്ങളൊക്കെയാണ്. വിജയ് എന്തുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുത്തു എന്നൊരു ചോദ്യത്തിന് നമ്മുടെ എച്ച് വിനോദ് പറഞ്ഞത് വുമൺ എംപവർമെൻ്റ് ആണ് എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഭഗവത് കേസരി കണ്ടവർക്ക് അറിയാം, ഒരു വുമണിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ഈ കഥയിലും അത് തന്നെ ആയിരിക്കും പറയുന്നത്. അത് റോൾ ചെയ്യുന്നത് നമ്മുടെ മമിത ബൈജു തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും വിജയുടെ ലാസ്റ്റ് ചിത്രമാണ്, ഒരു ലീക്ക്ഡ് ചിത്രമാണ്. ആ ലീക്ക്ഡ് പ്രിൻ്റ് ഇഷ്ടം പോലെ ആൾക്കാർ കണ്ടതാണ്. എങ്കിൽ പോലും നമ്മുടെ ഇത് ഫസ്റ്റ് ഡേ തന്നെ കണ്ടിരിക്കും. അത് ഒരു വിജയ് ഫാൻ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാവുന്നതായിരിക്കും. പലരും കളിയാക്കും എന്തിനാണ് ഈ ഒരു പൊട്ടപ്പടമൊക്കെ കാണണമെന്ന്. പക്ഷേ ഒരു വിജയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ എന്തായാലും കാണും. നിങ്ങളും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ എന്തായാലും ഗംഭീരം തന്നെ ആയിരിക്കും. കേരളത്തിൽ നിന്ന് മാത്രം 7 കോടിക്ക് മേളിൽ തന്നെ ഫസ്റ്റ് ഡേ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലാസ്റ്റ് ചിത്രമാണ്. അദ്ദേഹത്തിന് മികച്ചൊരു ഫെയർവെൽ കിട്ടിയെങ്കിൽ പോലും, കാരണം ഒരുപാട് പ്രശ്നങ്ങളൊന്നും എ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. 3 മണിക്കൂറിന് മേളിലുണ്ട് ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ. പിന്നെ കുറേ കട്ടിങ് എന്തായാലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കറിയില്ല. അപ്പോൾ വില്ലൻ നമ്മുടെ ബോബി ഡിയോളാണ്. എല്ലാവരും മികച്ച പ്രകടനം ഒക്കെ കാണാം. പിന്നെ TVK എല്ലാ കുറേ റെഫറൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ പറ്റുന്ന പൊളിറ്റിക്സ്, അതിൽ എന്തോരം കട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും വിജയുടെ ലാസ്റ്റ് ചിത്രമാണ്. ദളപതി 70 വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഈ ചിത്രം എന്തായാലും ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവർക്ക് എന്തായാലും ചിത്രം ഈ ക്രൈസിസ് ഒക്കെ ഓവർ ചെയ്യുന്ന നല്ലൊരു എമൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും വിജയുടെ ലാസ്റ്റ് ചിത്രം. ഇനി പൊളിറ്റിക്സിൽ നിന്ന് മാറിയാലൊക്കെയാണ് ഇനി അടുത്തൊരു ചിത്രം ചെയ്യാനുള്ള ചാൻസ്. ഇനി ഇടയ്ക്ക് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വിജയുടെ ലാസ്റ്റ് പടമാണ് ജനനായകൻ. എന്തായാലും ചിത്രത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമുള്ളൂ. അപ്പോൾ ദളപതി, താങ്ക്സ് ഫോർ യുവർ ഓറ മാസ് എല്ലാത്തിനും. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവുമെന്ന് പോലും നമുക്കറിയില്ല. കാരണം അദ്ദേഹം ചുമ്മാ വന്ന് നിന്നാൽ മതി. അത് ഓറ ഒരു സിനിമ എങ്ങനെ റിയൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ TVK പ്രവേശനം എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു പ്രവേശനം തന്നെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പേര് കളിയാക്കി സിനിമയല്ല ജീവിതമെന്ന്. പക്ഷേ സിനിമ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ ഉൾപ്പെടുത്താമെന്നുള്ളൊരു കാര്യം അദ്ദേഹം നമ്മൾ കാണിച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എറ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഏതോളം 69 ചിത്രമാണ് നമ്മുടെ ദളപതി ഉള്ളത്. അപ്പോൾ ഇനിയും കൂടാണ് നമുക്ക് അത്രയും സന്തോഷം. അപ്പോൾ എന്തായാലും 69-ൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ വെച്ച് ഇവിടെ നിർത്താണ്. ഇനിയും വിജയുടെ ഒരു അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.